ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഈ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ മലബാറിലെ, പ്രത്യേകിച്ച് വയനാട്, കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ ജില്ലകളിലെ ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ കുടുംബസമേതം ഒഴുകിയെത്തിയൊരിടമാണ് കർണാടകയിലെ ചാമരാജനഗർ ജില്ലയിലെ ഗുണ്ടൽപേട്ട്. ഗുണ്ടൽപേട്ടിലെ ചെണ്ടുമല്ലി, സൂര്യകാന്തി പൂപ്പാടങ്ങളും പച്ചക്കറി തോട്ടങ്ങളും ഗോപാൽസ്വാമി ബേട്ടയിലെ കുളിരും കോടമഞ്ഞും ഒക്കെ തേടിപ്പോകുന്നവർക്ക് കയ്യെത്തും ദൂരത്ത് കാറ്റിൻ്റെ ഒരു സ്വർഗം കൂടിയുണ്ട്. ദക്ഷിണ ശേഷാദ്രി എന്ന് വിശേഷിപ്പിക്കുന്ന ഹുലിഗാദ്രി ഹുലിഗിന മുരടി ശ്രീ വെങ്കട്ടരമണ സ്വാമി ക്ഷേത്രം. സുൽത്താൻ ബത്തേരിയിൽ നിന്നും മുത്തങ്ങ വന്യജീവി സങ്കേതവും ബന്ദിപ്പൂർ നാഷണൽ പാർക്കും പിന്നിട്ട് ഗുണ്ടൽപേട്ടിലെത്തി. അവിടെ നിന്ന് വലത്തേക്ക് തിരിഞ്ഞ് കോഴിക്കോട് കൊല്ലകൾ ദേശീയപാത 766 12 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ തെരക്കനാമ്പി എന്ന കൊച്ചു പട്ടണത്തിലെത്തും. തെരക്കനാമ്പി പിന്നിട്ട് ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോൾ തന്നെ അകലെ ഇടതുവശത്തായി ഉയർന്നു നിൽക്കുന്ന ഒരൊറ്റയാൻ കുന്നിൻ്റെ നെറുകയിൽ മേഘങ്ങൾക്കിടയിൽ മുഖമൊളിപ്പിച്ച് നിൽക്കുന്ന ക്ഷേത്രത്തിൻ്റെ സുവർണ ഗോപുരം കാണാം. റോഡിനിരുപുറമുള്ള വിശാലമായ കൃഷിയിടങ്ങളും തരിശു നിലങ്ങളും പിന്നിട്ട് ഹരിത തുരങ്കത്തിലൂടെ ഊളിയിട്ട് മുടിപ്പിൻ വളവുകൾ കൂടി കയറിയാൽ ഏതാനും മിനിറ്റുകൾ കൊണ്ട് തന്നെ നമുക്ക് ഹുലിഗാദ്രിയിലെത്താം. ചുരം കയറുമ്പോൾ അതിമനോഹരമായ ഒരു താഴ്വാര കാഴ്ചയാണ് നമുക്ക് കിട്ടുക. എത്ര പെട്ടെന്നാണെന്നോ ഹുലിഗാദ്രി നമ്മുടെ അടുത്തേക്ക് എത്തിയത്, അല്ലെങ്കിൽ നമ്മൾ ഹുലിഗാദ്രിയിലേക്ക് എത്തിയത്. കുത്തനെയുള്ള പടിക്കെട്ടുകൾ കയറി ക്ഷേത്രഗോപുരത്തിൻ്റെ വാതിൽക്കലെത്തുമ്പോൾ കാഴ്ചകൾ ഒന്നുകൂടി വിശാലമാകും. കുളിർത്തന്നൽ കൈകളാൽ ആലിംഗനം ചെയ്തുകൊണ്ടാണ് ഹുലിഗാദ്രിയിലെ കാറ്റ് നമ്മെ വരവേൽക്കുന്നത്. ശ്രീകൃഷ്ണനും ശ്രീരാമനും ലക്ഷ്മി സരസ്വതി ദേവിമാരും വരാഹ നരസിംഹമൂർത്തികളും അനന്തശയനവുമെല്ലാം ക്ഷേത്രത്തിൻ്റെ ചുമരുകളിൽ വർണ്ണങ്ങളിൽ ആറാടി നിൽക്കുന്നു. ഗോപുരനടയിലൂടെ അകത്ത് പ്രവേശിച്ച് കല്ലുപാകിയ ചുറ്റമ്പലത്തിലൂടെ നടക്കുമ്പോൾ കൂടുതൽ സുന്ദരമായ കാഴ്ചകൾ കാണാം. ക്ഷേത്രത്തിന് പ്രധാനമായിട്ടും 2 ഗോപുരങ്ങളാണ് ഉള്ളത്. രണ്ടും സ്വർണം പൂശിയ ഗോപുരങ്ങൾ. ക്ഷേത്രത്തിൻ്റെ പിന്നിലുള്ള പടിക്കെട്ടുകൾ ഇറങ്ങിയാൽ മറുപുറത്തെ കാഴ്ചകൾ കാണാം. ആകാശം സൃഷ്ടിച്ച അർദ്ധഗോളത്തിനടിയിൽ ചക്രവാളം മുതൽ ചക്രവാളം വരെ പച്ചയും നീലയും വെള്ളയും അവയുടെ നിറഭേദങ്ങളും ഒക്കെ ചാലിച്ച് 360 ഡിഗ്രി ക്യാൻവാസിൽ വരച്ച പ്രകൃതിയുടെ ചായക്കൂട്ട്. ഇവിടുത്തെ കുളിർക്കാറ്റേറ്റ് താഴ്വാര കാഴ്ചകൾ കണ്ട് എത്ര നേരം വേണമെങ്കിലും നമുക്കിവിടെ ചെലവഴിക്കാം. അധികം മരങ്ങളൊന്നും വളരാത്തൊരിടമായതുകൊണ്ട് തന്നെ നട്ടുച്ചയ്ക്കെത്തിയാൽ നല്ല വെയിൽ കൊള്ളേണ്ടി വരും. അതുകൊണ്ട് രാവിലെയോ വൈകുന്നേരമോ വരുന്നതായിരിക്കും കൂടുതൽ നല്ലത്.